സല്യൂട്ട് ചതിച്ചു. SI യൂണിഫോം ധരിച്ച ട്രെയിനിൽ യാത്ര ചെയ്ത ഉദ്യോഗാർത്ഥിയെ കയ്യോടെ പൊക്കി റെയിൽവേ പോലീസ്. ഔദ്യോഗിക ചിഹ്നവും വേഷവും ദുരുപയോഗം ചെയ്തതിന് തിരുവനന്തപുരം സ്വദേശിക്കെതിരെ കേസുമെടുത്തു. സമയം പുലർച്ചെ 3 മണിയോടെ അടുക്കും. എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് കായംകുളം പിന്നിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. SI സാറ് സുഖയാത്ര. അപ്പോൾ പതിവ് പരിശോധനയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെത്തി. ഏമാനെ കണ്ടപ്പോൾ നീട്ടിയൊരു സെല്യൂട്ട് കൊടുത്തു. പക്ഷേ തിരികെ ലഭിച്ച സെല്യൂട്ടിന് പോലീസ് ടച്ച് കുറവായിരുന്നു. സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ കുശലം പറഞ്ഞ് SI സാറിനൊപ്പം കൂടി. ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണെന്ന് സാറ് പറഞ്ഞു. പോലീസുകാർ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ SI വ്യാജനാണെന്ന് മനസ്സിലായി. ട്രെയിൻ ആലപ്പുഴയിലെത്തിയപ്പോൾ സാറിനെ തൂക്കി പുറത്തിറക്കി. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഉള്ള സത്യം തുറന്നു പറഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് യുവാവ്. SI ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പരീക്ഷകൾ ചതിച്ചു. പോലീസിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായവും കഴിഞ്ഞുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല. സ്വന്തമായൊരു SI യൂണിഫോം അങ്ങ് തുന്നിച്ചു. പക്ഷേ നക്ഷത്രം തോളിലേറ്റിയുള്ള ആദ്യ യാത്രയിൽ തന്നെ നക്ഷത്രം എണ്ണേണ്ടി വന്നു. പോലീസിന്റെ ഔദ്യോഗിക ചിഹ്നവും യൂണിഫോമും ധരിച്ച് കലാപരമായോ ശാസ്ത്രപരമായോ യാതൊരു കാര്യങ്ങൾക്കും അല്ലാതെ ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. അതിന് ബന്ധപ്പെട്ട സെക്ഷനുകളാണ് നമ്മൾ ജാമ്യം കിട്ടുന്ന വകുപ്പ്. തൃശ്ശൂരിലേക്ക് PSC പരീക്ഷ എഴുതാൻ പോവുകയായിരുന്ന യുവാവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, കാര്യം യുവാവ് ചെയ്തത് തെറ്റാണെങ്കിലും പെട്ടെന്ന് ആ കഥ കേട്ടപ്പോഴൊന്ന് വിഷമം തോന്നി. കാരണം പോലീസ് ആകണം, ആ യൂണിഫോം ധരിക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം. പരീക്ഷകളിലൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ പ്രായവും കടന്നുപോയി. ഒരുപാട് വിങ്ങലായി ആ മനസ്സിൽ ആഗ്രഹം അങ്ങനെ കിടന്നപ്പോൾ പെട്ടെന്ന് പറ്റിയൊരു അബദ്ധമായിരിക്കും അല്ലേ ഇത്? കുട്ടിക്കാലത്ത് പോലീസാകാൻ ആഗ്രഹിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. പിന്നെ വളർന്നു വരുമ്പോൾ ചില ആളുകളുടെയൊക്കെ ടേസ്റ്റ് മാറും. ചില ആളുകൾ അപ്പോഴും ഉള്ളിൽ പോലീസാകണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ യുവാവും. അയാൾക്കും വലിയ ആഗ്രഹമായിരുന്നു പോലീസുകാരനാവണമെന്ന്. പലതവണ ടെസ്റ്റ് എഴുതി കിട്ടിയില്ല. ചിലപ്പോഴൊക്കെ പ്രാക്ടിക്കൽ, അതായത് ഈ ഫിറ്റ്നസ്സിനൊക്കെ പോയി. അങ്ങനെ ഏറെ നിരാശനായിരുന്നു. ഈ പോലീസാകാനുള്ള, പോലീസിൻ്റെ പരീക്ഷ എഴുതാനുള്ള പ്രായവും കടന്നുപോയി. PSC പരീക്ഷയൊക്കെ എഴുതി അങ്ങനെ ഒരു സർക്കാർ ജോലിയൊക്കെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടാണ് അയാളുടെ പേര് നമ്മൾ പറയാത്തത്. എന്തായാലും എന്ത് തന്നെ ആയാലും, എന്ത് ആഗ്രഹത്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ളത് കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. കാരണം പലപ്പോഴും പോലീസിൻ്റെയൊക്കെ വേഷത്തിൽ മാറി ആളുകളെ പറ്റിക്കുകയും തട്ടിപ്പൊക്കെ നടക്കുന്ന ധാരാളം കേസുകൾ നമ്മൾ ചുറ്റും കാണുന്നതാണ്. എന്തായാലും ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല. എന്തായാലും എനിക്കറിയാവുന്ന ചില ആൾ, നമ്മുടെ ചെങ്ങന്നൂരിലെ ലേഖനുണ്ട് ലിബിൻ ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു കെട്ടും മട്ടും ഭാവവും ഒക്കെ ഉള്ള ആളുകളാണ്. പലപ്പോഴും പോലീസിൻ്റെ പോലത്തെ ഷൂ ഒക്കെ ഇട്ടാണ് വരുന്നത്. ലിബിന് വലിയ സന്തോഷമാണ് അത്തരത്തിൽ നടക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം മനുഷ്യരുണ്ട്. പക്ഷേ അപ്പോഴും ഓർക്കണം, ഈ പോലീസിൻ്റെ ഒരു സാദൃശ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റത്തിൻ്റെയൊക്കെ ഒരു സാദൃശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനേ സാധിക്കുകയുള്ളൂ. പൂർണ്ണ അർത്ഥത്തിൽ ഒരു പോലീസുകാരനായിട്ട് മാറണമെന്നുള്ള ഒരു ട്രെയിനിങ് തന്നെ കിട്ടേണ്ടത്. നമ്മളുടെ ഏതെങ്കിലുമൊക്കെയുള്ളൊരു ചെറിയ ചലനത്തിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ സല്യൂട്ട് നൽകിയപ്പോഴാണ് അവർക്ക് ഇയാൾ SI തന്നെയാണോ എന്നുള്ളൊരു അങ്ങനെ പോലീസിൻ്റെ വേഷം ആർക്കും കെട്ടാം. പക്ഷേ പോലീസിൻ്റെ അവരുടെ ഒരു യഥാർത്ഥ രീതിയിലുള്ള പരേഡും അവരുടെ ഒരു കെട്ടും മട്ടുമൊക്കെ അടിച്ചു മാറ്റുക കുറച്ച് പാടാണ്. എന്തായാലും ഈ യുവാവിന് വലിയ പരിക്കില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേസ് എടുത്തിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. എന്തായാലും തീർച്ചയായും ഇപ്പൊ സ്വപ്ന ജോലി, ആഗ്രഹങ്ങൾ, അതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇങ്ങനെ അബദ്ധങ്ങൾ കാണിച്ചാൽ പണിപാളും ഇതുപോലെ.